ഓസ്ട്രേലിയൻ ടോപ്പ് ഓർഡർ ഈസ് ഇൻ ട്രബിൾ. ഇത് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഓപ്പണിംഗ് പെയറിനെ കുറച്ച് നാളായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇന്ത്യയുമായിട്ടുള്ള BGT നമുക്കറിയാം മക്സ്വീനി ആദ്യത്തെ 3 മാച്ച് കളിച്ചു. പിന്നീട് സാം കോൺസ്റ്റാസിനെ കൊണ്ടുവന്നു. ശ്രീലങ്കയിലേക്ക് പോയപ്പോൾ ഉസ്മാൻ ഖോജയുടെ കൂടെ ഓപ്പൺ ചെയ്തത് ട്രാവിസ് ഹെഡ് ആയിരുന്നു. അതിനുശേഷം WTC ഫൈനലിലേക്ക് വന്നപ്പോൾ ഉസ്മാൻ ഖോജയുടെ കൂടെ ഓപ്പൺ ചെയ്തത് ലബുഷേൻ ആയിരുന്നു. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ടെസ്റ്റിൽ വീണ്ടും സാം കോൺസ്റ്റാസിനെ അവർ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ മക്സ്വീനിയാണ് കുറച്ചും കൂടെ ടെക്നിക്കലി ഫിറ്റ് ടെസ്റ്റ് ഓപ്പണർ എന്നുള്ള രീതിയിൽ. സാം കോൺസ്റ്റാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഔട്ടാകുന്നത്? വളരെ ഒരു മോശമായിട്ടുള്ള രീതിയിലാണ് കോൺസ്റ്റാസ് ഔട്ടാകുന്നത്. അതും 2-3 ക്യാച്ചൊക്കെ വെസ്റ്റ് ഇൻഡീസ് വിട്ടതിന് ശേഷമാണ് ഇത്ര ചെറിയ സ്കോറിന് ഔട്ടാവുന്നത്. ഇനി നമ്പർ 3ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഓസ്ട്രേലിയക്ക് പ്രശ്നമാണ്. നമ്പർ 3ൽ ഗ്രീൻ വന്നിട്ട് WTC ഫൈനലിൽ പെർഫോം ചെയ്തില്ല. ഇപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് വെസ്റ്റ് ഇൻഡീസുമായിട്ട് പെർഫോം ചെയ്തില്ല. അത് ഒരുപാട് ചോദ്യങ്ങൾ അതിനെതിരെയും ഉയരുന്നുണ്ട്. നമ്പർ 4 ഇപ്പോൾ കളിക്കുന്നത് ജോഷ് ഇംഗ്ലീഷ് ആണ്. സ്മിത്ത് തിരിച്ചു വരുമ്പോൾ ആ ഒരു പൊസിഷൻ തീർച്ചയായിട്ടും സ്മിത്ത് കളിക്കും. ജോഷ് ഇംഗ്ലീഷ് എവിടെ പോയി കളിക്കും? അങ്ങനെ മൊത്തത്തിൽ ടോപ്പ് ഓർഡർ മൊത്തത്തിൽ കുളമായി കിടക്കുകയാണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ച്. ഇനി മിഡിൽ ഓർഡറിൽ വെബ്സ്റ്റർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗ്രീനിനെ എടുത്ത് മിഡിൽ ഓർഡറിലേക്ക് തിരിച്ചിടാൻ അവിടെ സ്പേസും ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ഓസ്ട്രേലിയ മൊത്തത്തിൽ ട്രബിളിലാണ്. അവരുടെ ഒരു ബാറ്റിംഗ് ഓർഡർ, ടോപ്പ് ഓർഡർ ഒക്കെ ഇവർക്ക് സോർട്ട് ഔട്ട് ചെയ്തേ പറ്റൂ. ആഷസ് വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് അത്ര നിസ്സാരമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല ഇത്.